ഹലോ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാനായിട്ട് 1-2-3 ദിവസം ഒന്ന് വൈകിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ഇവർക്ക് രണ്ടാൾക്കും ഇത് വയറ് നിറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഇത് സ്കൂളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് ഒരു 8:45 ആ ഒരു ടൈമിൽ എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 9 മണിയുടെ ഉള്ളിൽ. അപ്പോൾ ഞങ്ങളുടെ ഒരുക്കൊക്കെ കഴിഞ്ഞ് 8:45 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്കൂളിൽ എത്തപ്പോഴത്തേന് കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അധികം കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കുട്ടികൾ ഓരോരോ വേഷമൊക്കെ അണിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ടീച്ചേഴ്സൊക്കെ വൈറ്റ് കളറിൽ ഇതേപോലെ ചുരിദാറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഫ്ലാഗിൻ്റെ കളറിൽ ഇതേപോലത്തെ ഷോളൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ ഗീതുമോളുടെ ക്ലാസ് വരുന്നത്. ഇത് താഴത്തെ ഭാഗമാണ് കേട്ടോ, മേലെ വേറെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോസിലൊക്കെ ഇടയ്ക്ക് കാണിക്കാറുണ്ടല്ലോ, നമ്മൾ മീറ്റിങ്ങിനൊക്കെ പോണതും അതേപോലെ തന്നെ ഓഫീസ് റൂമൊക്കെ ഉള്ളത് മേലെയാണ് കേട്ടോ. അപ്പോൾ താഴത്തായിരുന്നു ഓഫീസ് റൂം. പിന്നെ നമുക്ക് അവിടെ പുതിയ ബിൽഡിങ് മേലെ പണിതപ്പോൾ പിന്നെ അവിടേക്ക് ഓഫീസ് റൂം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും കുട്ടികളൊക്കെ വന്നിട്ട് വന്ന കുട്ടികളൊക്കെ ഇതേപോലെ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാൻഡ് സെറ്റൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ടീച്ചേഴ്സ് നമ്മുടെ ഒരുങ്ങി വന്ന കുട്ടികളുണ്ടല്ലോ, അവരേനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് എല്ലാവരുടെയും കൂടിയിട്ടും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ചെറുപ്പത്തിലും ഞങ്ങളും ഇതേപോലെ മിഠായി മേടിക്കാൻ മാത്രമായിട്ട് ഈ ഒരു ദിവസം സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അന്ന് മിക്കവാറും മിഠായി തന്നെയാണ് കേട്ടോ, 1-2 തവണ മാത്രമേ നമുക്ക് ജിലേബി ലഡു അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ക്ലാസ്സും അതേപോലെ ഇഷ്ടംപോലെ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ക്ലാസ്സിലും 10-40 കുട്ടികളും അതേപോലെ ഡിവിഷൻ L, M എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അധികം കുട്ടികൾക്ക് പലഹാരങ്ങൾ വാങ്ങാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമൊക്കെ ആയിരുന്നു തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങളതിനൊക്കെ മിഠായിൽ ഒതുക്കിയിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ 10 വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ക്ലാസ്സും ഇത്ര അധികം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ടാവും എന്നുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ ഡിവിഷനൊക്കെ വളരെ കുറവാണ് കേട്ടോ, കുട്ടികളും വളരെ കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പഠിച്ച പഴയ സ്കൂളുകളിലേക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ചില ക്ലാസ്സുകളൊക്കെ അടച്ചിട്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ പ്രാർത്ഥനയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട്. പിന്നെ വന്ന കുട്ടികൾ വേഷമണിഞ്ഞ് വന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പം 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിവിടെ കൊടി ഉയർത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിപ്പൾ കൊടിയൊക്കെ ഉയർത്തിയിട്ടോ. പിന്നെ എല്ലാ കുട്ടികളും വന്ന കുട്ടികളും കേട്ടോ, അവരെല്ലാവരും കൂടി സെല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ വക അതേപോലെ തന്നെ PTA പ്രസിഡൻ്റെ വകയും പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികം നേരം ഉണ്ടായിരുന്നില്ല, കാരണം മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പരീക്ഷ ചെയ്തുകൊണ്ട് തന്നെ അധികം കുട്ടികളാണെങ്കിൽ വന്നിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മത്സരം ഉണ്ടായിരുന്നല്ലോ കുഞ്ഞു കുട്ടികളുടെ, ഇതേപോലെ പ്രച്ഛന്ന വേഷ മത്സരം. അതിൽ ഫസ്റ്റ് സെക്കൻഡും കിട്ടിയ കുട്ടികൾക്ക് അപ്പം തന്നെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾ ഇതേപോലെ നല്ല ഭംഗിയിൽ വേഷം ധരിച്ച് വരുമ്പോൾ നല്ല രസം കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ടീച്ചേഴ്സ് പിന്നെ അവിടെയുള്ള കുട്ടികൾക്കും പാരൻസിനും വന്നവർക്കൊക്കെ മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണയായിട്ട് ഇവിടെ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ കേക്ക് മുറിക്കലും അല്ലെങ്കിൽ ലഡുവോ ജിലേബി അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, മിഠായിൽ ഒതുക്കിയിട്ടുണ്ട്, എന്താ സംഭവം എന്ന് നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റാലിക്ക് പോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അംഗനവാടി ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് കൊടി ഉയർത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് കേട്ടോ. അത് ആൾ തന്നെയാണ് നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡൻ്റ് ഉള്ളത്. അപ്പോൾ കൊടിയൊക്കെ ഉയർത്തിയിട്ട് പിന്നെ അവിടുന്ന് ഇതേപോലെ തന്നെ എല്ലാവർക്കും മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരെ പോണത് നമ്മുടെ സൊസൈറ്റി ഉണ്ട് കേട്ടോ. അവിടെ ചെറിയ രീതിയിലൊരു പരിപാടി എന്നൊന്നും പറയാൻ പറ്റില്ല, അവിടെ ഒന്ന് കൊടിയുയർത്തുക, പിന്നെ അവരുടെ വക ചെറിയൊരു പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഈ ഒരു റാലിയുടെ ഒപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ബാൻഡ് സെറ്റ് കുട്ടികൾ കൂട്ടുന്നുണ്ട്. ആളെൻ്റെ വിചാരം വേറെ എന്താ പൂരോ പെരുന്നാളാണെന്ന് വിചാരിച്ചിട്ട് നല്ല രീതിക്ക് ഇതേപോലെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മളിത് സൊസൈറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നവർക്കൊക്കെ അവിടെയും ഇതേപോലെ മിഠായി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് മിഠായും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടുന്ന് നേരെ സ്കൂളിലേക്ക് വന്നപ്പോൾ അവിടെ വെള്ളം കലക്കിയതും പിന്നെ അതേപോലെ തന്നെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. അങ്ങനെ എല്ലാവരും അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് നല്ല ഗംഭീര മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ആ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മഴയൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഞാനാണെങ്കിൽ നേരത്തെ പോയിട്ടുണ്ടെന്ന് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ചോറും കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കാലത്ത് പുട്ടാണ് ഉണ്ടാക്കിയിരുന്നത്, പിന്നെ പഴം പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കൊടുത്തിട്ടാണ് കാലത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കണം. അപ്പോൾ എന്നോട്
എന്നോടെന്നല്ല ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 9 മണിയാകുമ്പോഴത്തേനും എത്തിക്കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴത്തേനും പരിപാടി കഴിയുന്നുള്ളതാണ്. പക്ഷേ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്താനായിട്ട് 10:45 അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുന്നംകുളത്തേക്കൊന്ന് പോകാനായിട്ടുണ്ട്. അപ്പോൾ ഗീതുമോളുടെ സ്കൂളിൽ വെള്ളിയാഴ്ച ഓണം സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വരുമല്ലോ. അപ്പോൾ ഉണ്ണി ആ ഒരു ടൈമിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ പണികൾ കഴിഞ്ഞാൽ വേഗം പോകാമെന്നുള്ളതാണ്. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 10:45 നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് പിന്നെ വീട്ടിലെ തുണീനെ ഉറക്കി വരുമ്പോഴത്തേനും 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം നമുക്ക് ചോറും കറിയും വെച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പോകാമല്ലോ എന്ന്. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ വേഗം അടുക്കളയ്ക്ക് പോയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അരിയൊക്കെ കഴുകിയിട്ടിട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മീൻകറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം തലേ ദിവസം ഞാൻ മീൻ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീൻകറിക്കുള്ള അരപ്പൊക്കെ ഞാൻ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് നാളികേരം ചിരവെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ കൊണ്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചില മീനുകൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഇതേപോലെ തേങ്ങ അരച്ച് വെക്കാനായിട്ടാണ്. ചില മീനുകളുണ്ടല്ലോ, ചൂട, മാന്തൾ, ചാള, ഇതൊക്കെ നല്ല മുളകിട്ട് വെച്ചിട്ട് കഴിക്കാനായിട്ട് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. ഈ അയില, ചെമ്മീൻ, കുടുത, ഏട്ട അങ്ങനത്തെ മീനുകളൊക്കെ ഇതേപോലെ നല്ല നാളികേരം അരച്ച് വെക്കാനായിട്ടാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അയില കറി വെക്കാനും പിന്നെ കുറച്ച് വറുക്കാനൊക്കെ ആയിട്ട് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ആയം തന്നെ ഇത് നമുക്ക് കറി കലക്കി വെച്ചതിന് ശേഷം മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു. കാരണം അതാകുമ്പോൾ കറി തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് മീനെങ്കിലും നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അരിഞ്ഞിട്ട് തിളയ്ക്കണ കറിയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ കറി കലക്കി വെക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മീൻ നന്നാക്കി വന്ന് പിന്നെ നമ്മൾ ഈ തേങ്ങയൊക്കെ അരച്ച് കറിയൊക്കെ ആകുമ്പോഴത്തേനും ലേറ്റ് ആവും. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ പണി വേഗം വേഗം കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതേപോലെ നമ്മൾ മീൻ കറി ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഞാനിത് ഒരു 3/4 ഭാഗത്താലും തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ തക്കാളി ആയിരുന്നു. അപ്പോൾ ഞാൻ 3/4 ഭാഗം എടുത്തതിൽ ബാക്കിയുള്ള 1/4 ഭാഗം ഞാൻ കഴിച്ചു. എന്നിട്ട് നമ്മുടെ തേങ്ങ അരച്ചൊരു കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാൻ വെള്ളം ഒന്ന് ചൂടായപ്പോൾ കുറച്ച് പുളി എടുത്തിട്ട് ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പുളി പിഴിഞ്ഞ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഞാൻ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാരും ചിലപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ, മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിൽ ഒഴിക്കാറുണ്ടാവും. അങ്ങനെ ഞാനും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ കുറച്ച് വേപ്പിലയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഞെരടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിത് ഇനി നേരെ ഇത് ഗ്യാസിൻ്റെ മേലേക്ക് വെക്കട്ടെ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഗ്യാസിൻ്റെ മേലെ നിന്ന് എടുത്തിട്ട് വേഗം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കറി ഇത് ഞാൻ വേഗം അടുപ്പിൻ്റെ മേലേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണയായിട്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കൂടുതലും അടുപ്പിലാണ് കേട്ടോ ചോറ് വെക്കാറുള്ളത്. പിന്നെ നമുക്ക് നേരെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ റൈസ് കുക്കറിൽ വെച്ചു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ തലേ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്ന മീൻ. അപ്പോൾ അത്യാവശ്യം നല്ല മീൻ തന്നെയാണ് കേട്ടോ. പൈലയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേഗം ഞാൻ അതിലൊക്കെ അത് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലാകുമ്പോൾ നമുക്ക് അധികം പണിയില്ലല്ലോ. അതിൻ്റെ ആ ഒരു ചിറക് പോലത്തെ സാധനം പിന്നെ വാലും തലയൊക്കെ കണ്ട് കളഞ്ഞ് ഉള്ളിലത്തെ ആ ഒരു കറുപ്പ് കളർ സംഭവം ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പണി കഴിയുമല്ലോ. ചില മീനാകുമ്പോൾ നമുക്ക് ചാളയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ചെതമ്പൽ കളയാനും പിന്നെ തലയും വാലൊക്കെ കളഞ്ഞ് വരുമ്പോഴത്തേനും എന്തായാലും സമയം എടുക്കും. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ കൂടുതലും ചാള അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ ചാള ഇഷ്ടമല്ല കേട്ടോ കറി വയ്ക്കാനായിട്ടായാലും. പിന്നെ വറുത്താൽ പിന്നെയും കഴിക്കും. പക്ഷെ കറി വെച്ചിട്ട് ഇതാക്കുമ്പോൾ എനിക്ക് എന്താണെങ്കിലും ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ കയ്യിലൊക്കെ ആകെ സ്മെല്ലും പിന്നെ എത്ര കഴിക്കാനും ആ ഒരു സ്മെല്ല് തീരെ പോകാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാള ഞങ്ങൾ മേടിക്കൽ കുറവാണ്. പക്ഷേ ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചാള കറി വെച്ചതും പിന്നെ വറുത്തിട്ടൊക്കെ കഴിക്കാനായിട്ട്. ചാള ഇതേപോലെ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊക്കെ ഞാൻ വേഗം മീനൊക്കെ നന്നാക്കിയിട്ട് പിന്നെ കറിയിലേക്കുള്ള മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാതും നന്നാക്കി പിന്നെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വറുക്കാനുള്ളതിൽ ഞാൻ മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ തരി പുളിവെള്ളം കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിതിൽ കാണിക്കാൻ മറന്നതല്ല, ഞാൻ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത് ഉപ്പ് ഇട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ ഉപ്പൊക്കെ തേച്ച് നമ്മളിത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതേപോലെ മീനിലും അതേപോലെ തന്നെ ചിക്കനിലൊക്കെ പുരട്ടി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഉപ്പും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഇനി ആ നേരം കൊണ്ട് നമുക്കിത് കുറച്ചധികം പാത്രങ്ങൾ കഴുകി വെക്കാനിട്ടുണ്ടായിരുന്നു.
അധികമൊന്നുമില്ല കേട്ടോ, എന്നാലും കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കഴുകി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേഗം വേഗം ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ണീനെ എടുക്കാനായിട്ടും ആൾക്കാരുണ്ട്. പിന്നെ ഈ ഒരു ടൈമിലാണെങ്കിൽ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ തീർത്തിട്ട് വേഗം പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഉള്ളി ഒന്ന് താളിച്ചിട്ട് ചേർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതേ പാനൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, അതൊക്കെ തൊലി കളഞ്ഞ് ഈ കാണുന്ന രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു ചുവന്നുള്ളിയും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ഒരു കറിയിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ മൂപ്പിച്ചിട്ട് കറികളിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും അതേപോലെ തന്നെ പ്രത്യേക തരം ഒരു മണമാണ് കേട്ടോ നമ്മുടെ കറിക്ക് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒന്നും കൂടി ഒഴിച്ചെടുക്കും കേട്ടോ. കാരണം കറി ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെ തിക്കായിട്ട് വരാറുണ്ട്. അപ്പോൾ ചാറ് ഒന്നും കൂടി ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാനത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ആ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മുടെ കറി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് മീൻ വറുക്കാനുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിപ്പോൾ ഉച്ചയ്ക്കത്തെ മീൻ മാത്രമാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. ഓരോന്ന് വെച്ചിട്ട് 3 ആൾക്കും കൂടിയിട്ട് വറുത്തെടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും അതിൻ്റെ ഒരു മസാല ഉണ്ടല്ലോ, അതൊക്കെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗ്യാസിന് മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ അടുക്കളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പോകേണ്ട നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് വേഗം 2 ആൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഒരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അതേ ഒടുക്കത്തെ തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കറിയാം എന്തായാലും ഒന്ന് ലേറ്റ് ആവുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഗീതു മോൾക്ക് പരിപാടിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഫാൻസി കടയിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ